നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് മമ്മിയോട് പറഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടില് കുറച്ച് ദിവസം പോയി നിന്നാലോ? അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അവളുടെ അസുഖമൊക്കെ മാറിയിട്ട് പയ്യെ വന്നാ മതി. അങ്ങനൊരു കാര്യം മമ്മി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താടി? എന്താ എല്ലാരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മമ്മിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വിശേഷങ്ങളാ. ഏട്ടന്റെ കാര്യം തന്നെ. ആന്റി, നന്ദിനിയുടെയും സൂര്യയുടെയും ഇടയിൽ സിൻസിയറായിട്ടൊരു സ്നേഹമുണ്ട് ഇപ്പോ. സോ വാട്ട്? അവളെ മരുമകളായിട്ട് അംഗീകരിക്കണാണ് ബുദ്ധി എന്നാണോ? അങ്ങനെയല്ല മമ്മി. അവളെ ഇനി പെട്ടെന്ന് പറഞ്ഞുവിടാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ പരസ്പരം പറയുകയായിരുന്നു. അവൻ അവളെ സിൻസിയറായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി. അതിനിടയിൽ അവൻ അവളോട് ശബ്ദമുയർത്തി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവൻ സംസാരിച്ചില്ലേ? അവൻ അവളെ കൈ ഉയർത്തി അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അടിച്ചില്ലേ? പിന്നെ പെട്ടെന്ന് അവൾക്കുണ്ടായ ഒരു അസുഖം. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ അവളെ ചവിട്ടി പുറത്താക്കിയേനെ. സ്നേഹിക്കട്ടെ, സ്നേഹിക്കട്ടെ. ഈ മണി ഇതെവിടെ പോയി? എത്ര നേരമായി ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? വരുന്നു മേഡം. ഒറ്റയ്ക്കെടുത്തിട്ട് പണി അങ്ങോട്ട് നീങ്ങുന്നില്ല മേഡം. അതുകൊണ്ടാ ലേറ്റ് ആകുന്നത്. നന്ദിനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ, നന്ദിനോട് പുരാണം പറയാനല്ല നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് രാജുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓ ശരി മേഡം. മമ്മി, രാജുവിനെക്കാളും നല്ലത് ഇയാളാ. എന്തെങ്കിലും ചെയ്യാൻ ഇച്ചിരി സ്പീഡ് കുറവാന്നേ ഉള്ളൂ. രാജു ഈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വീണ് കിടക്കുന്ന എന്റെ പെങ്ങളാണെന്നും പറഞ്ഞ് അവന്റെ പ്രകടനം കൂടി കാണേണ്ടി വരുമായിരുന്നു. അത് ശരിയാ. നല്ല വിശപ്പ്. എന്തുവാ ഇത്? ഇതിന് ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ഇതെന്താ? ഉപ്പുമില്ല, പുളിയുമില്ല. താൻ എവിടെ നോക്കിയാടോ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഏതോ മരക്കമ്പിൽ കടിച്ചതുപോലുണ്ട്. ആന്റി ഇത് കഴിച്ചു നോക്കിയേ. അല്ല, ആന്റി അത് കഴിച്ചു നോക്കിയേ. എന്താടാ ഇത്? ഒരു ടേസ്റ്റും ഇല്ലല്ലോ. മാവിൻ തടി ദോശ. അത് മേഡം, ഉപ്പും പുളിയൊക്കെ കുറച്ച് പാചകം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അത് സൂര്യ സാറിന്റെ കൂട്ടുകാരന്റെ ഭാര്യ. അവളാണോ ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ചിക്കൻ ബോക്സ് വന്ന വീട്ടില് ഇങ്ങനെ പാചകം ചെയ്യാൻ പാടുള്ളൂ, താളിക്കാനും പാടില്ല.
താളിച്ച എന്തു പറ്റും? അത് മാഡം, സുഖമില്ലാതെ കിടക്കുന്ന ആളിന് ഇതിന്റെ മണം പിടിക്കില്ല. പിന്നെ അസുഖം കൂടാനും സാധ്യതയുണ്ടെന്ന് പഴമക്കാര് പറയാറുണ്ട്. ദാ ഇതുകൊണ്ട് പോയി താളിച്ചിട്ടോ. മാഡം, അത്